ഭാര്യ ഭർത്താക്കന്മാർ കേൾക്കേണ്ടത് മാത്രം കട്ട് ചെയ്തിട്ട് ഓൽക്ക് അയച്ചു കൊടുക്കും. ഭാര്യ മാത്രം കേൾക്കേണ്ടി ഓൻ ഇങ്ങോട്ടും അയച്ചു കൊടുക്കും. ഇത് രണ്ടുമില്ലാത്ത കുടുംബങ്ങളുണ്ട്. പിന്നെ ആളുകളെ കാണിക്കാൻ വേണ്ടി ജീവിക്കുന്ന വേറൊരു കൂട്ടരുണ്ട്. വെഡിങ് ആനിവേഴ്സറിന്റെ ഫോട്ടോ രാവിലെ തന്നെ കുളിച്ച് ആ സമയത്തൊന്ന് ക്യാമറ നോക്കി ചിരിച്ച് എന്നിട്ട് ഓൻ അങ്ങനെ പോസ്റ്റ് ചെയ്തിട്ട് പറയും, സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, ഈ അടുപ്പത്തിന്റെ കരളായി കോർത്തു നിന്ന 14 കൊല്ലങ്ങൾ അന്നായിക്ക് പോലൊന്ന് ഒട്ടി നിന്നതൊന്ന് ചിരിച്ചതു. നാട്ടുകാരെ കാണിക്കാൻ ജീവിക്കരുത് കേട്ടോ. ഞാൻ മരിച്ചു പോകുമ്പോ എന്റെ ഓള് പറയണം അള്ളാനോട് ഇതിനെ തന്നെ എനിക്ക് സ്വർഗത്തിൽ തരണേന്ന്. അവക്ക് വേണ്ടിയിട്ട് ഞാൻ പറയണം അവളെനിക്ക് തരണേന്ന്. എന്റെ മക്കൾ പറയണം ഞങ്ങൾ ഒരുമിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ആക്കണേ റബ്ബേ. അങ്ങനെ ജീവിച്ചത് പട്ടിണിയാണെങ്കിലും അത് ജീവിത. കൊട്ടാരങ്ങൾ ഉണ്ടാക്കി നാട്ടുകാരെ കാണിക്കാൻ ജീവിച്ച് അതിന്റെ ഇടയ്ക്ക് തമ്മ് തച്ച് തെറി പറഞ്ഞ് ഈഗോ കാണിച്ച് മത്സരിച്ച് കബറിലേക്ക് എത്തുന്നത് വരെ തമ്മിൽ ഈഗോയും മത്സരവും കാണിച്ച് വെട്ടിപ്പിടിച്ച കൊട്ടാര സാമ്രാജ്യങ്ങളിൽ ഉപേക്ഷിച്ചു പോകുമ്പോ 3 പിടി മണ്ണ് വാരിയിടാൻ പോലും ആൾക്കാർ അറയ്ക്കുന്ന ഒരു ദിവസം വരും. നിവൃത്തിയോടുകൊണ്ട് മയ്യത്തസ്കരിക്കാൻ വരുന്ന ആൾക്കാരെ ഉണ്ടാവും. മനസ്സറിഞ്ഞ് നമുക്ക് മയ്യത്തസ്കരിക്കാൻ ആള് വരണം. അതിനെന്ത് വേണം? കുടുംബത്തിൽ സ്നേഹം കൊടുക്കണം, കുടുംബത്തിൽ ബഹുമാനം കൊടുക്കണം. നമ്മളെ മരണ വാർത്ത കേൾക്കുമ്പോൾ വരാൻ പറ്റാത്തവനും പറയണം, പടച്ചോനെ ആ കബറ് നീ നന്നാക്കി കൊടുക്കണം കേട്ടോ എന്ന്. അതിന്റെ ഈ സമ്പാദ്യ